നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജഗനെന്താ ഈ നേരത്ത്? ഹലോ. ഹലോ, വന്ദന ഉറങ്ങിയോ? ഈ രാത്രി ഇത് ചോദിക്കാനാണോ വിളിച്ചത്? അതല്ല, എന്നോട് മിണ്ടണ്ട, മാറ്. ഓ, അതെ, ഇപ്പൊ പെണക്ക് മാറിയോ? ഇക്കിളിട്ട പിന്നെ ചിരിക്കാതിരിക്കാൻ പറ്റോ? ഓഹോ. ഇനി വന്ദനമ്മ എന്നോട് പിണങ്ങല്ലേ കേട്ടോ. ആരോട് പിണങ്ങിയാലും ദിയമോളോട് വന്ദനാമ്മ പിണങ്ങില്ല. ദിയമോള് കഴിഞ്ഞേയുള്ളൂ വന്ദനാമ്മയ്ക്ക് എന്തു. മാധവേട്ട, മാധവേട്ട, എന്താ ഇങ്ങനെ നോക്കുന്നേ? ആദ്യമായിട്ട് കാണുന്ന പോലെ. മാധവൻ ചന്ദ്രിക എപ്പോ കണ്ടാലും ആദ്യമായിട്ട് കാണുന്ന പോലെ എനിക്ക്. പിന്നെ വയസ്സുകാലത്തൊരു ശൃംഗാരം. 5 മക്കളെ പ്രസവിച്ച അമ്മയല്ലേ ഞാൻ? അല്ല, വർഷങ്ങൾക്ക് മുമ്പ് എല്ലാം ഉപേക്ഷിച്ച് എന്നോടൊപ്പം ഇറങ്ങി തിരിച്ച ആ ചന്ദ്രു. നിന്നെ അങ്ങനെ കാണാനാ എനിക്കിഷ്ടം. കൊള്ളാം. ജീവിതത്തിലെ റീടേക്കുകളില്ലെന്നാ പറയുന്നത്. പക്ഷേ മാധവേട്ടൻ സ്വന്തം മനസ്സിനെ വളരെ ദൂരം പുറകിലോട്ട് കൊണ്ടുപോയിരിക്കുന്നു. മനസ്സിനെ എത്ര വേണമെങ്കിലും പിറകിലോട്ട് കൊണ്ടുപോകാം. പക്ഷേ ഇതുവരെ കഴിഞ്ഞു വന്ന ജീവിതത്തെ ഒരു നിമിഷം പോലും പുറകിലോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല മാധവേട്ട. ശരിയായിരിക്കാം. എന്നാ എല്ലാ നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വളരെ പുറകിലോട്ട് കൊണ്ടുപോവുകയാണ് ഞാൻ. നമ്മുടെ വീടിന് ഉടനെ തറക്കല്ലിടും. വൈകാതെ 3 നില മാളിക തല ഉയർത്തി നിൽക്കുകയും ചെയ്യും. പിന്നെ നിന്റെ അച്ഛനും സഹോദരനും പാലുകാച്ച് കർമ്മത്തിനെത്തുന്നു. അവരെല്ലാ ശത്രുതയും മറന്ന് നമ്മളെ രണ്ടുപേരെയും അനുഗ്രഹിക്കുന്നു. നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നത്? നമ്മളിപ്പോ പാലുകാച്ച് കഴിഞ്ഞ് നമ്മുടെ സ്വപ്ന വീട്ടിലാ നിൽക്കുന്നേ. എന്റെ അച്ഛനും സഹോദരനും ഒക്കെ വന്ന് നമ്മളെ അനുഗ്രഹിച്ചിട്ട് പോയി.
അവര് നമ്മുടെ ബന്ധത്തെ പരിപൂർണ മനസ്സോടെ അംഗീകരിച്ചു കഴിഞ്ഞു. നമ്മളെ അവരംഗീകരിച്ചു കഴിഞ്ഞെന്നോ? അപ്പോ നമ്മുടെ മക്കൾ? മാധവേട്ടൻ എന്തായി പറയുന്നേ? നമുക്ക് മക്കളൊന്നും ജനിച്ചിട്ടില്ലല്ലോ. അപ്പോ എല്ലാം സ്വപ്നമായിരുന്നു അല്ലേ? ഉം. മുൻപൊക്കെ ഉറക്കത്തില് മാത്രമായിരുന്നു സ്വപ്നം കണ്ടിരുന്നത്. ഇപ്പൊ പകൽക്കിനാവും കണ്ടു തുടങ്ങി. മാധവേട്ടൻ സ്വപ്നം കണ്ടതുപോലൊരു ജീവിതം ഇനി ഈ ജന്മത്തിൽ ഉണ്ടാകാനേ പോകുന്നില്ല. അടുത്തൊരു ജന്മത്തിന് കാത്തിരിക്കാൻ നമുക്ക്. നീ നോക്കിക്കോ, ഈ ജന്മത്തിൽ തന്നെ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നടക്കും. എങ്ങനെ? എങ്ങനെയെന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല, പക്ഷെ നടക്കും. 3 നില മാളിക, അവിടെ നമ്മളും നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഒരു കൂട്ടുകുടുംബം. അവിടുത്തെ പാലുകാച്ചിന് നമ്മളെ പുച്ഛിച്ച് തള്ളിയവരെയും സ്നേഹിച്ചവരെയും ചേർത്ത് നിർത്തി ഒരു പാലുകാച്ച്. മതി. മധുചന്ദ്രലേഖ. ഉം. ആ. ജഗനെന്താ ഈ നേരത്ത്? ഹലോ, ആ ഹലോ, വന്ദന ഉറങ്ങിയോ? ഈ രാത്രി ഇത് ചോദിക്കാനാണോ വിളിച്ചത്? അതല്ല, നാളെ സ്വപ്നഭവനത്തിന് തറക്കല്ലിടാൻ പോവല്ലേ? വന്ദനയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇന്ന് ഉറക്കം കിട്ടില്ല. അത്രയ്ക്ക് സന്തോഷത്തിലായിരിക്കും അവര്. ശരിയാ, അച്ഛനും അമ്മയും കാലങ്ങളായി മനസ്സിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വപ്ന കൊട്ടാരത്തിനാ നാളെ തറക്കല്ലിടുന്നത്. അവരെ പോലെ അത് ഈ വീട്ടിൽ എല്ലാവർക്കും സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാ. പക്ഷേ എന്റെ ഉള്ളില് ഒരു പേടി തോന്നുന്നു ജഗൻ. പേടിയോ? എന്തിന്? വീട് പണി ചെയ്യാൻ ഇറങ്ങുന്ന അച്ഛന് അത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് എന്റെ ഉള്ളില് വല്ലാത്തൊരു ഭയം. അത് നടക്കും. വന്ദന കേട്ടിട്ടില്ലേ, ഒരാളൊരു കാര്യം ചെയ്യണമെന്ന് പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം സഫലമാക്കാനായി ഈ ലോകം മുഴുവൻ അയാളുടെ സഹായത്തിനെത്തുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.